വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം നടന്നതിന്റെ പേരിൽ ഇനി മറ്റുള്ളവർ ഇപ്പൊ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ അറിയാലോ, അദ്ദേഹത്തോട് ശത്രുതയുള്ള ആരെങ്കിലും ഇത് മുതലെടുത്തുകൊണ്ട് അയാളെ അപായപ്പെടുത്തിയാണോ? എനിക്ക് കിട്ടിയിരിക്കുന്ന വോയിസിൽ പറയുന്നുണ്ട് 6-7 പേർക്ക് ഇരിക്കാവുന്ന ഒരു വണ്ടിയിലാണ് ഇദ്ദേഹത്തെ കയറ്റിക്കൊണ്ട് പോയതെന്നും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ടുന്നു അങ്ങനെയൊക്കെ പറയുന്ന സംഭവം. തീർച്ചയായിട്ടും ഞാൻ അതും കൂടെ കേൾപ്പിക്കാനല്ല ഞാൻ വിളിച്ചത്. നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഒരു വിഷയം ചർച്ചയാക്കി തന്നെ ഇപ്പോൾ മാറ്റുന്നുണ്ട്. എന്നാൽ കുറച്ചാഴ്ചകളായിട്ട് ആരും തന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുമില്ല. ഇപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്തയെ വിട്ടിരിക്കുകയാണ്. അവരിപ്പോൾ മറ്റ് പല വാർത്തകളുടെയും പിന്നാലെയാണ്. നവീൻ ബാബുവിനെക്കുറിച്ച് ഒരു കാര്യവും ഇപ്പോൾ അവരാരും തന്നെ മിണ്ടുന്നില്ല. എന്നാൽ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഇതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് എങ്കിലും ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ജാമ്യത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PP ദിവ്യ അവർ ഇപ്പോൾ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നു, എല്ലാ പാർട്ടി പരിപാടികളിലും ഒക്കെ തന്നെ പങ്കെടുക്കുന്നു. അതായത് എല്ലാം കെട്ടടങ്ങി സാധാരണ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് അന്വേഷണത്തിൻ്റെ ആവേശമൊക്കെ തന്നെ ഇപ്പോൾ തീർന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങളും മറ്റുമൊക്കെ തന്നെ പുറത്തുവിടുന്ന ചില വാർത്തകൾ അനുസരിച്ച് ഈ നവീൻ ബാബു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വാർത്താ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഒരു ദുരൂഹത ഇതിനുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഈ PP ദിവ്യ അധിക്ഷേപകരമായിട്ടുള്ള ആ ഒരു പ്രസംഗം ആ യാത്രയയപ്പ് ചടങ്ങിൽ പറഞ്ഞതിന് ശേഷം നവീൻ ബാബു ഭാര്യയുമായിട്ട് സംസാരിച്ചതൊക്കെ, അതായത് ഭാര്യ പറയുന്നതും അങ്ങനെ ആ സംസാരത്തിലൊന്നും തന്നെ പെട്ടെന്ന് പോയി ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് അവർ തമ്മിലുള്ള സംസാരത്തിൽ അങ്ങനെയൊന്നും തന്നെ സംഭവം വന്നിട്ടില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടുമില്ല. അതിനുശേഷം പെട്ടെന്ന് എങ്ങനെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അവരെ സംബന്ധിച്ച് പോലും ഏറ്റവും വലിയ ഒരു ദുരൂഹമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ പറയുന്നു ഈ PP ദിവ്യയെ അവരെ മുന്നിൽ നിർത്തി അവരെ കരുവാക്കിക്കൊണ്ട്, നമുക്കറിയാം ഈ PP ദിവ്യ അവിടെ വലിഞ്ഞു കയറി ചെന്നിട്ടല്ലേ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അവരുടെ അധികാരത്തിൻ്റെ ആ ഒരു ഹുങ്ക്, അവരുടെ ആ ഒരു അഹങ്കാരം, ധാർഷ്ട്യമൊക്കെ തന്നെയാണ് അവിടെ കാണിച്ചത്. അവിടെ അവർ ആ അധികാരത്തിൻ്റെ ആ ഒരു വലിയ ധാർഷ്ട്യം എടുത്ത് കാണിച്ചത് വഴി നവീൻ ബാബുവിന് വലിയൊരു അപമാനം തൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ ഉണ്ടായി. അതിനെ കരുവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ PP ദിവ്യയെ കരുവാക്കിക്കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി പലതും സംഭവിച്ചോ എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. അതായത് ഈ PP ദിവ്യ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ പുള്ളി പോയി ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഭൂമാഫിയകളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സംശയമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വന്ന മാധ്യമ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ എത്രയോ ഏക്കർ വസ്തുവിൻ്റെ നിയമപരമല്ലാതെ കച്ചവടം ചെയ്തതിൻ്റെയൊക്കെ തന്നെ രേഖകൾ ഈ നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നെന്നും അതിനു വേണ്ടിയിട്ട് ഏതോ ഒരു വിജിലൻസ് ഓഫീസറെ കാണാനായിട്ട് വേണ്ടിയിട്ടൊക്കെ പോയെന്നും, അതുപോലെ തന്നെ നവീൻ ബാബു മുനീശ്വരൻ കോവിലിൻ്റെ മുന്നിൽ ഇറങ്ങിയെന്നും അവിടെ നിന്ന് നവീൻ ബാബു അയാളെ വിളിച്ചിട്ട് കാണാൻ പോയതെന്നും അതിനുശേഷം ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച ഈ മാഫിയ ഗ്രൂപ്പുകളിലുള്ളവരെല്ലാം കൂടി കണക്ക് കൂട്ടി തക്കം പാർത്ത് നവീൻ ബാബുവിനെ അങ്ങ് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പരിധിവരെ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വിശ്വസിച്ച് പോകേണ്ടതായിട്ട് വരും. കാരണം ഈ ADM നവീൻ ബാബു അദ്ദേഹം ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന PP ദിവ്യയെ പോലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് കയറി വന്ന് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അതിൻ്റെ പേരിൽ പോയി തൂങ്ങിച്ചാവേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന PP ദിവ്യയുടെ തലയിലേക്കെല്ലാം ഈ മരണമടക്കം തന്നെ, ആത്മഹത്യ അടക്കം തന്നെ എല്ലാം കെട്ടിവെച്ച് ഇതിനിടയിൽ മറ്റെന്തെങ്കിലും മാഫിയ, അതായത് ഈ ഭൂമാഫിയൊക്കെ ഉണ്ടല്ലോ, അവരിതിനകത്ത് കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമായി തന്നെ ഇതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വോയിസ് ക്ലിപ്പ് കൂടി സോഷ്യൽ മീഡിയയിൽ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അതിങ്ങനെ കറങ്ങുന്നുണ്ട്. അതായത് ഒരു 7 പേരടങ്ങുന്ന സംഘം അവരിരുന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു കാറിൽ ഈ നവീൻ ബാബുവിനെ പിടിച്ചുകൊണ്ട് പോയെന്നും ആ കാറിനകത്ത് വെച്ച് തന്നെ നവീൻ ബാബുവിനെ വകവരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള
ഒരു ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പ് ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിൽ വന്നിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു ഓൺലൈൻ ചാനലിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. നിങ്ങൾ ആദ്യം എല്ലാവരും ഈ വോയിസ് ക്ലിപ്പ് അത് കംപ്ലീറ്റ് ഒന്ന് കേൾക്കുക. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വൈഫിനെ കാണുകയുണ്ടായി. ഞാൻ അവരോട് കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ഒരു കാറിൽ കുറഞ്ഞതൊരു 7 സീറ്റുള്ള വാഹനമായിരിക്കും. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതായിരിക്കാൻ ആ ചാൻസ്. 7 സീറ്റുള്ള വാഹനമാകുമ്പം നടുക്കെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പുറവശത്തും ആൾക്കാരിരിക്കാം, 2 സൈഡിലും ആൾക്കാർക്ക് ഇരിക്കാം. ഇങ്ങനെയായിരിക്കും സംഭവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ പോകുന്നു. ഞാനൊരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചില്ല. സംസാരിച്ചത് അവര് കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചത്. എനിക്കുണ്ടായ കുറെ സംശയങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു. രാത്രിയിൽ വിളിച്ചു എന്ന് പറയത്തില്ല, 11 മണി വരെ വിളിച്ചു എന്ന്. അപ്പൊ അത് ഇദ്ദേഹം തന്നെയാണോ വിളിച്ചത്, അല്ലെങ്കിൽ ഇനി വേറൊരാൾ ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വിളിച്ചോ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അവര് പറയുന്നത് അങ്ങനെയാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. വിളിച്ചപ്പോഴ് എന്തെങ്കിലും അസ്വാഭാവികരമായിട്ട് എന്തെങ്കിലും തോന്നിയോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു അങ്ങനെ ഒന്നും തോന്നിയതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പുള്ളിക്കാരിക്കും അറിയത്തില്ല. അവര് പറയുന്നത് പുള്ളി തന്നെയാണ് സംസാരിച്ചത്, അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല എന്നാ പറഞ്ഞത്. രാവിലെ പുള്ളിക്കാരി വിവരം അറിയുന്നില്ല. അങ്ങനെ ബന്ധുക്കൾ പലരും വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. രാവിലെ ബന്ധുക്കൾ കയറി ചെല്ലുമ്പോഴാണ് പുള്ളിയെ കാണാനില്ല എന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നാണ് പറയുന്നത് ആളിങ്ങനെ മരിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിനെ എവിടെയോ വെച്ച് അപായപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എവിടെ വെച്ചാണെന്നുള്ളത് നമുക്കറിയത്തില്ല. എവിടെയോ വെച്ച് അപായപ്പെടുത്തിയത് തൂങ്ങി വെച്ചൊന്നുമില്ല. അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അത് തന്നെ. ഇപ്പൊ നമ്മളുമായിട്ട് സംസാരിക്കുന്നവരെല്ലാവരും ഇത് തന്നെ പറയുന്നത്. എങ്ങനെയാണെന്നുള്ളതും അറിയത്തില്ല. ഒരാൾ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി മരിക്കും. പിന്നെ അത് സമയം നോക്കി എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഭേദം പുള്ളിക്ക് ട്രെയിനിന്റെ മുന്നിലോട്ട് അറിയപ്പെടില്ല. എത്രയോ ട്രെയിനുകൾ ആ സമയത്ത് പോകുന്നു. അപ്പോൾ ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് താൻ നേരെ ചെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചുവെന്ന്. സംസാരിച്ചിട്ട് പറയുന്നത് നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിന് മുന്നിൽ ഇറക്കി വിട്ടു എന്നുള്ളത് അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനുശേഷം നവീൻ ബാബു എവിടെ പോയെന്ന് ഇതുവരെ ആയിട്ടും ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു വാർത്തയോ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയെന്നോ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ തന്നെ തിരിച്ചു വന്നു എന്നൊക്കെ തന്നെ പറയുന്നതല്ലാതെ അതിൻ്റെ ഒന്നും ഒരു തെളിവും ഇതുവരെയായിട്ടും കിട്ടിയിട്ടുമില്ല. സത്യം പറഞ്ഞാൽ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഇറങ്ങിയതിന് ശേഷം നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പുള്ളി എങ്ങോട്ട് പോയി? അതിപ്പോൾ ഏതോ ഒരു 7 പേരടങ്ങുന്ന അല്ലെങ്കിൽ 7 പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാറിൽ ഈ പുള്ളിയെ കൂട്ടിക്കൊണ്ട് പോയി എന്നും അതിനകത്ത് വെച്ച് നവീൻ ബാബുവിനെ വകവരുത്തിയതായിരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു ചാനലിൽ വന്നതാണ്, ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നതാണ്. അതായത് 7 പേരടങ്ങുന്ന ഒരു വലിയ കാറിനകത്ത് നവീൻ ബാബുവിനെ കയറ്റിക്കൊണ്ട് പോകുന്നു. അതിനകത്ത് വെച്ച് ഇവർക്ക് എന്ത് വേണമെങ്കിലും നവീൻ ബാബുവിനെ ചെയ്യാം. കാരണം നവീൻ ബാബുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഈ പറയുന്ന രേഖകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിനാമി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടോ ഭൂമാഫിയയെ ബന്ധപ്പെട്ടോ പല രേഖകളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നവീൻ ബാബുവിൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ഈ പുള്ളി ആ വാഹനത്തിൽ വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുറിയിലേക്ക് കയറി വന്നപ്പോൾ എന്ത് ചെയ്തു? വാതിൽ ചവിട്ടി തുറന്ന നിലയിലാണ് കണ്ടത്. അതായത് കതക് ചവിട്ടി തുറന്നു, അടയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതുപോലെ തന്നെ താക്കോലാണെങ്കിൽ പുള്ളിയുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ആരും അറിയാതെ രാവിലെ നവീൻ ബാബു മുറിക്കുള്ളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണമെങ്കിൽ ഇതുപോലെയും സംഭവിച്ചു കൂടായികയില്ല. ഒരു പോസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നമ്മൾ കാണുന്ന ഈ വ്യക്തി നേരെ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി ഈ ഒരു സംശയം അത് അവരാരോട് പറഞ്ഞതാണ്, ഇങ്ങനെ അവർ കണ്ടുവെന്നുള്ള രീതിയിൽ. അപ്പോൾ ആരോ അടുത്ത് കണ്ടു ഇതുപോലെ 7 പേരടങ്ങുന്ന ഒരു സംഘം, 7 പേർക്ക് ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു കാറിൽ നവീൻ ബാബുവിനെ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളത്. പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. കാരണം പിന്നെ നവീൻ ബാബുവിനെ കാണുന്നത് നമ്മളെല്ലാവരും തന്നെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ഈ വോയിസിൽ കാണുന്ന വ്യക്തി അദ്ദേഹം ഈ ഒരു സംശയം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞുവെന്നും അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായെന്നും അവരെന്തായാലും ഇതിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കുന്നതിൻ്റെ അങ്ങേയറ്റം വരെ അവർ പോരാടുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നീതി കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ലോക്കൽ പോലീസൊന്നും അന്വേഷിച്ചാൽ പോരാ. അവരന്വേഷിച്ചുകൊണ്ട് യാതൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല. കാരണം അന്വേഷണം നടക്കുന്നത് ഇപ്പോൾ മന്ദഗതിയിലാണ്. മറിച്ച് ഇതിനെ CBI തന്നെ വന്ന് അന്വേഷണം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു പര്യവസാനം ഈ വിഷയത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരുപക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന ഈ PP ദിവ്യയെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവരെ കരുവാക്കിക്കൊണ്ട് മറ്റാരെങ്കിലുമോ ഈ പറയുന്ന വലിയ ഭൂമാഫിയൊക്കെയാണ് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു സംഘം അവരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നല്ല ഹോൾഡ് ഉണ്ടാകും. അത് മാത്രമല്ല ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്.
ഈ TV പ്രശാന്ത്. ഈ പ്രശാന്തിൻ്റെ ഒപ്പിലെ വൈരുദ്ധ്യം അത് എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം അന്വേഷിക്കാതിരിക്കുന്നത്? ശരിക്കും ആരാണ് ഈ പെട്രോൾ പമ്പിനായിട്ട് പണം മുടക്കുന്നത്? ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു വരാത്ത രഹസ്യം തന്നെയാണ്. അത് മാത്രമല്ല, ഈ ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണ് എന്നതും ഇപ്പോഴും വലിയൊരു ചോദ്യമായി തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ പ്രശാന്തിന് പിന്നിലുള്ള ബിനാമികളിലേക്ക് അന്വേഷണം ഇതുവരെ തിരിഞ്ഞിട്ടുമില്ല. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ തന്നെ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണവും ഇപ്പോൾ മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ADMന്റെ കുടുംബത്തിൻ്റെ മൊഴി പോലും രേഖപ്പെടുത്താനായിട്ട് SIT പത്തനംതിട്ടയിൽ ചെന്നത് തന്നെ കഴിഞ്ഞ ദിവസമാണ്. അതും ആ കുടുംബം CBI അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേട്ടപ്പോഴാണ് അവർ വീട്ടിൽ വരുന്നത്. അത് മാത്രമല്ല, ADMനെ തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നുമുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ നവീൻ ബാബുവിനെ ഒരു കുറ്റക്കാരനാക്കി മാറ്റിക്കൊണ്ട് ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള നെട്ടോട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്വേഷണ സംഘം. ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു വരാൻ CBI അന്വേഷണം തന്നെ ആവശ്യമാണ്. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.